ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ച ഉച്ചയിറക്കം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോൾ എൻ്റെ അടുക്കള കിടക്കണ കോലാട്ടോ ഈ കാണുന്നത്. ഉറക്കത്തിനിടയ്ക്ക് രണ്ടെണ്ണങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കേട്ടു ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നേരമൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് ചെയ്യാൻ പറഞ്ഞു. രണ്ടെണ്ണം കൂടി അടുക്കളയിൽ കയറി ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണുന്നത് അടുക്കള നിറച്ച് എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ തിന്നാറുന്നോ അതോ അടുക്കളയിൽ നിറച്ച് എണ്ണ കോരി ഒഴിക്കാറുണ്ടോ എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇനിയപ്പോൾ എന്തായാലും എനിക്ക് ആ സ്ലാവൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയേ പറ്റൂ. എണ്ണ വീണിട്ട് നിറച്ച് വഴുവഴുപ്പ് പോലെയാണ് അവിടെ കിടക്കണത്. അപ്പോൾ എന്തായാലും തുടയ്ക്കണം. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ ട്രേ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന്. ഇത് മസാലയൊക്കെ ഇട്ട് വെച്ചേക്കണം. ഇത് സവാള തൊട്ടി ആയിരുന്നു ശരിക്കും. പഴയ വീട്ടിൽ ഈ സംഭവത്തിൽ 4 തൊട്ടി ഉണ്ടാവില്ല. അതിനകത്ത് ഒരെണ്ണത്തിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഒരു തൊട്ടി താഴെ ഇതിൻ്റെ ഒരു തൊട്ടി താഴെയും വെച്ച് ഒരെണ്ണം മുകളിലും വെച്ച്. ഇപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ഇതേപോലെ മല്ലിപ്പൊടി, മുളക് പൊടി സാധനങ്ങളൊക്കെ വെച്ചേക്കണം. താഴത്തിൽ സവാളയും എന്താ പറയുക ചുവന്നുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചേക്കാണ്ടോ. ഇതിപ്പോൾ ഞാൻ അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ മസാലയൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ അങ്ങനെ തന്നെ മടക്കി ഒരു പേപ്പറിലേക്ക് വെച്ചേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ടിന്നിലേക്ക് ആകുന്നുണ്ട്. പിന്നെ തീരാറായ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിറച്ചൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്ക് നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കളയാനുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ എക്സ്പയറി ആയി കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഞാൻ ഉണക്കമുളക് ഇട്ട് വെച്ചിരുന്ന ടിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീർന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവസാനമുള്ള പൊട്ടും പൊടിയും മാത്രമല്ല. അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ മസാല ഇട്ട് വെക്കുന്നുണ്ട്. പൊടിക്കാത്ത മസാല കേട്ടോ, നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്നത്, അതാണ് ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ മസാല തന്നെ മേടിച്ചിട്ട് ഒരു 3-4 പാക്കറ്റ് ഒരുമിച്ച് മേടിച്ച് ഞാൻ ചൂടാക്കിയാണ് കേട്ടോ മറ്റേ മീറ്റ് മസാലയായിട്ടൊക്കെ പൊടിച്ച് വെക്കുന്നത്. അല്ലാണ്ട് മസാല പാക്കറ്റായിട്ട് മേടിക്കൽ കുറവാണ് ഇവിടെ. പിന്നെ ഇതിപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി മേടിച്ച ഉണക്കമുളകാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതവിടെ മേടിച്ച് വെച്ചിട്ട് 3-4 വറുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ തന്നെ ഇരിക്കായിരുന്നു. അപ്പം ഇനി അതെടുത്ത് കളയുന്നുണ്ട്. അതിൽ ഇത് കാപ്പിപ്പൊടിയുണ്ട്. അതൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. കാരണം തൈറോയിഡ് കൂടി വന്ന കാരണം ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല. തൈറോയിഡ് ഉള്ളവർക്ക് കാപ്പിപ്പൊടി പറ്റില്ല കേട്ടോ. എനിക്ക് എന്തായാലും ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുപ്പിച്ച് കഴിക്കും. അങ്ങനെ കഴിച്ചപ്പോഴാണ് എനിക്ക് തൈറോയിഡ് കൂടിയത്. പിന്നെ അത് കഴിക്കാറുണ്ടായില്ല. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കി തന്നെ കട്ട പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ താഴത്തെ തട്ടിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒന്ന് കളയാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ എപ്പോഴും ഒരു വേസ്റ്റ് ബിൻ ഞാനിപ്പോൾ വെക്കാറുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ചെയ്യാറുണ്ടായില്ല, ഇപ്പോൾ തുടങ്ങിയത് ശീലമാണ്. അപ്പോൾ കളയാനുള്ള പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് കൈയോടെ തന്നെ അതിനകത്തേക്ക് ഇടാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സവാളത്തൊട്ടി താഴെ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് ക്ലീനാക്കി എടുക്കാമെന്ന് കരുതിയാണ്. പിന്നെ ഞാൻ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കവറേപ്പാടെയുള്ള കിട്ടാറ്. അത് ചിലപ്പോൾ എളുപ്പപ്പണിക്ക് അത് അങ്ങനെ തന്നെ വെച്ചേക്കും കേട്ടോ. മിക്കവാറും അങ്ങനെ ഇരിക്കുന്നത് ചുവന്നുള്ളിയൊക്കെ ആയിരിക്കും, ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കവറിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ എന്ന് കരുതി. മൊത്തത്തിൽ അങ്ങനെ നിരത്തിയിട്ട് പിന്നെ അത് പറക്കിയെടുക്കണമല്ലോ എന്ന് കരുതിയാണ് ആ കവറേപ്പാട് തന്നെ വയ്ക്കണം. നനഞ്ഞ പൊടിയുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാവും. എല്ലാ സമയത്താണെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അത് എടുത്തപ്പോൾ എനിക്ക് ആകെ വൃത്തികേടായി തോന്നി. അപ്പോൾ ഞാൻ കരുതി ഇനി അതൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാമെന്ന് കരുതി ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞപ്പോൾ രാവും പകലും മാതിരിയുള്ള വ്യത്യാസം ഒന്നും അറിയില്ല, അതേമാതിരി ആയിപ്പോയി. ഇത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ മറ്റേ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചേക്കണ ഇത് ട്രേ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, അതും കൂടി ഒന്ന് കഴുകിയെടുത്താലോ എന്ന് കരുതി. പിന്നെ ഓർത്ത് ഇനിയിപ്പോൾ എന്തായാലും അത് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ സമയമില്ല, പിന്നെ ആവട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ സവാളയൊക്കെ ഇട്ട് വെക്കണതിലേക്ക് ഒരു പേപ്പർ കയറി അതിട്ടിട്ട് അതിൻ്റെ മീതെയാണ് കേട്ടോ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കുന്നത്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ മീതെ ചെറിയ ബോക്സുകളുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വയ്ക്കും. ഇപ്പം എൻ്റെ നിലവിൽ അങ്ങനെ ബോക്സുകളൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കണം. കാരണം പച്ചമുളകൊക്കെ ഇതിനകത്ത് നിസ്സാരമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന 3-4 പച്ചമുളക് അവിടെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കമ്പനിയിൽ ഇഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 3-4 കഷ്ണം ഒടിച്ച് കൊണ്ടായിരുന്നു. അതും കേട്ടോ, അതിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുക്കും. അത് കാരണമാണ് ഞാനത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറുണ്ട് അപ്പോൾ. പിന്നെ ആ സവാള തൊട്ടിലിരുന്നാണ് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കാലം മറന്നു. അപ്പോൾ അതും എടുത്ത് ഞാൻ അകത്തേക്ക് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ സ്ലാവിൽ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് കപ്പ ഇറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലും കപ്പയായിരുന്നു. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ചെറുതായിട്ട് അവിടെ താഴെ വീണൊക്കെ കിടപ്പുണ്ട്. താഴെ വീണെന്ന് പറഞ്ഞാൽ സ്ലാവുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ തരുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഒരു ടിഷ്യൂ വെച്ച് അതൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. പൊടിയും നമ്മൾ സവാളയൊക്കെ മാറ്റിയപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഞാൻ ആ കമ്പിയുടെ താഴെ, നമുക്കിവിടെ മൊത്തം കമ്പിയാഴി കേട്ടോ, അത് കാരണം കാറ്റും വിളിച്ചൊക്കെ ഇഷ്ടംമാതിരി കയറിക്കല്ലോ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തെടുത്ത് ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതിയാൽ. കാരണം അരി തിളച്ച് വീണതിൻ്റെയൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ അതാ ദിവസം ചെയ്യുകയാണെങ്കിൽ അതാ ദിവസം വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. പക്ഷേ എനിക്ക് ചില സമയത്ത് സമയം കിട്ടും, ചിലപ്പോൾ നേരം കിട്ടിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേപോലെ നമ്മൾ പാത്രം കാണാൻ ലിക്വിഡ് ഉണ്ടല്ലോ, അതൊഴിച്ചിട്ട്
ഞാൻ ഇത്തിരി വെള്ളം തളിച്ച് പിന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ. താഴെ ഓഫ് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഞാനിതിൻ്റെ ഈ ക്യാപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെയാണ് ചെയ്യണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അത് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഗ്യാസിൻ്റെ അടിയിൽ നമ്മൾ അരിയൊക്കെ തിളച്ച് കൂടുമ്പോൾ എന്തായാലും താഴത്തേക്ക് വീണുണ്ടാവും. അപ്പോൾ ആ താഴത്തെ ഭാഗം കൂടി ഗ്യാസിൻ്റെ താഴെയും കൂടി അതേപോലെ തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ആ സ്ക്രബ്ബർ തന്നെ ഒന്ന് തന്നെ ഒന്ന് ഉറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അത് വൈപ്പർ വെച്ച് തൂത്തിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടി വെച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ ക്ലീനാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ ഉപയോഗിക്കാവുന്ന സംഭവമാണ് കേട്ടോ. ചില വീടുകളിലൊക്കെ ഞാൻ കണ്ട് 3-4 കൊല്ലമൊക്കെ ഒരു ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മെയിനായിട്ട് പറ്റണത് ഈ അരിയൊക്കെ തിളച്ച് വന്നിട്ട് അത് ക്ലീൻ ആക്കാണ്ട് കിടന്ന് അതിൻ്റെ ആ ഹോളൊക്കെ അടഞ്ഞു പോകുമ്പോഴാട്ടോ അങ്ങനെയൊക്കെ പറ്റണത്. അതേപോലെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോവുകയും ചെയ്യും. അത് ഈ നമ്മൾ ക്ലീൻ ആക്കാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഇപ്പം എല്ലാ ദിവസവും ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ഗ്യാസൊക്കെ ഒന്ന് അരച്ച് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ ഗ്യാസൊക്കെ. ഇത് ഞാനിതിപ്പോൾ സ്ലാവും കൂടി ഒന്ന് തൂത്തെടുക്കണ്ട. ഇത് എന്തിൻ്റെ അരവട്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സ്ലാവുമേക്ക് നമ്മുടെ ആ ലിക്വിഡ് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം തെളിക്കായിരുന്നു. അതിനും ഭേദം എനിക്കൊരു കപ്പിൽ ആ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ആ ലിക്വിഡ് തെളിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇത്രയും ലിക്വിഡ് വേസ്റ്റാക്കി കളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ഒരു അരവട്ടെന്ന് പറയില്ലേ, കുറേ അവിടെ ഒഴിച്ച് പിന്നെ അതിൻ്റെ മീതെ വെള്ളം ഒഴിച്ച് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ആ സ്ലാവ് എന്തായാലും തൂത്ത് മെനിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്ക്രബ്ബർ വെച്ച് തന്നെ ഞാൻ ഉരയ്ക്കാറുണ്ട്. അതിന് ശേഷം വൈപ്പർ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്ലാവിൻ്റെ ഒരു സൈഡ് മാത്രം കേട്ടോ അടുക്കളയുടെ ഒരു സൈഡ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെ ഇറക്കി വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയറ്റി അതായത് സ്ഥലത്തേക്ക് നമുക്കത് പ്ലേസ് ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്ക് എല്ലും കപ്പിയൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം നാളായിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ട് എല്ലും കപ്പിയും കൂടി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ തിന്നാലും സത്യം പറഞ്ഞാൽ കുമ്പിടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓരോ ഉറക്കം കഴിഞ്ഞെങ്കിലും പാമ്പര വൈകിട്ട് ഞാനിപ്പോഴും നടക്കണത്. പിന്നിപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് ഇപ്പം അതിൻ്റെ ഒരു സൈഡ് വിട്ടിരിക്കുകയായിരുന്നു. താഴെ പോകാഞ്ഞത് ഭാഗ്യം. താഴെ പോയി അത് മൊത്തം ഞാൻ ഒക്കെ ചില്ല് വരണയാളാണ്. മൊത്തം എനിക്ക് നല്ലൊരു പണി കിട്ടിയാണ് കേട്ടോ. ദൈവത്തിനെ കൊണ്ട് താഴെ പോയില്ല. ഇനിയിപ്പോൾ നമ്മൾക്കത് ആ ഗ്യാസിൻ്റെ എന്താ പറയുക ബർണറിൻ്റെ ഇതിൽ വയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതേപോലെ തന്നെ ആ പാത്രം കാണാൻ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചോട്ടെ ഞാനന്ന് കഴുകിയേക്കണം. അന്ന് കഴുകിയിട്ട് ഒരു ഉണങ്ങി തുണി വെച്ചൊന്ന് തുടച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിലെ ഒരു സൈഡാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം മറ്റേ സൈഡ് കിടക്കുന്ന കോലം കണ്ട ഇവിടുന്ന് കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ അപ്പുറത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ച് ഇങ്ങടേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അതേ മോള് തന്നെയാണ്, അവൾക്ക് ആ കട്ട്ലേറ്റ് തിന്നിട്ട് വിശപ്പ് മാറിയില്ല എന്നും പറഞ്ഞിട്ട് ഇനി വല്ലതും തിന്നാണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാണുന്നത്. കപ്പ ഇറച്ചി വെച്ചിട്ടുണ്ട്, അവർക്ക് അതിനോട് വലിയ പിടുത്തമില്ല. ബീഫ് ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവം കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് മേടിക്കുന്നത്. അത് മേടിച്ച് ഇവർ പൊതുവേ കഴിക്കൽ കുറവാണ്. അത് മേടിച്ചാൽ കൂടുതലും കഴിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ അവിടെ അകത്തെങ്ങാണ്ട് പോയി ഫ്രിഡ്ജിൽ തണ്ണിമത്തം മുറിച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു വന്ന് ഇനിയിപ്പോൾ അതും പഞ്ചസാര ഇട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് പുള്ളിക്കാരി. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഇപ്പുറത്ത് ചെയ്ത് വിട്ട് തന്നെ ആ സൈഡിലും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മീതെ ആ പാത്രങ്ങൾ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിപ്പിച്ചിട്ട് ഞാൻ ആ സ്ക്രബ്ബർ വെച്ചൊന്ന് എല്ലാ സൈഡൊന്നും ഉറച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അവിടേക്കൊന്നും അങ്ങനെ എണ്ണമയം വരുന്നില്ല. ഈ ഒരു സൈഡിലാണ് നമ്മൾ പാത്രങ്ങളിൽ നിന്നൊക്കെ എണ്ണമയം തെറിക്കുകയും എന്തെങ്കിലുമൊക്കെ വെക്കുന്നത്. അവിടെ നമ്മൾ കഴുകി വെക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് അവിടെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വലിയ കാര്യമായ പൊടിയൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും പൂത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ സ്ലാവും പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഞാൻ 2 മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെയിലേറെ എത്താത്തത് കൊണ്ട് എന്തോ അങ്ങനെ വളർച്ച വലിയ കാര്യമായിട്ടില്ലാന്നുണ്ട്. ഇപ്പോൾ ഞാനത് കയറ്റി ആ മുകൾ ഭാഗത്തേക്ക് വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ വളർന്നൊരുമിച്ച് പൊടികളൊക്കെ കയ്യിലേക്ക് വന്നാലോ എന്ന് കരുതിയും കൂടി ഉണ്ടോ. പിന്നെ ഞാൻ തുടക്കണതിൻ്റെ ഒപ്പം ഞാൻ ആ ഭിത്തിയും കൂടി ഉണ്ടല്ലോ അതും അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ തുടച്ച് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂലെടുത്തൊന്ന് അടിച്ചു വരാൻ കരുതിയാണ്. അപ്പോൾ സൈഡിൽ ചെറിയ രീതിയിലൊരു മാറാമ്പല ഉണ്ടാകും ജോലി. മാറാമ്പലയൊക്കെ തൂക്കാനായിട്ട് നമ്മുടെ ഈർക്കിളിച്ചൂല് തന്നെയായിട്ട് നല്ലത്. ഇതും കൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മാറാമ്പലയൊന്നും പോകില്ല. പിന്നെ താഴത്ത് മാത്രം ഉണ്ടാകുന്നു കേട്ടോ ചെറിയ രീതിയിൽ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അത് തന്നെ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ചെയ്താലോ അടുക്കളയൊന്നും തുടച്ചെടുക്കാമെന്ന് കരുതി. ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ കേട്ടോ ഞാനിങ്ങനെ മുട്ടുകുത്തിയിരുന്ന് തുടച്ചേക്കണത്. ഇന്നിപ്പോൾ എന്തോ ഒരു തോറ്റം തോന്നി. ഒന്നാമത്തെ വയറ് നിറഞ്ഞിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുള്ള. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പണിയെടുത്താലോ വയറൊന്നും ഇടുകയുള്ളൂ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഈ രീതിയിലൊന്ന് തുടയ്ക്കാൻ കരുതി കേട്ടോ. പിന്നെ എനിക്ക് തന്നെ തോന്നുന്നു എന്നേലും മുമ്പ് എൻ്റെ വയറ് നടക്കണ്ടോ എന്നൊരു സംശയം. അപ്പോൾ വയറ് കുറയ്ക്കുകയും കൂടി ചെയ്യാമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തുടയ്ക്കാമെന്ന് കരുതിയത്. ഫുഡ് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒട്ടും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സസൈസും കൂടി ആകുമ്പോൾ ആദ്യമൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചാളായിട്ട് എന്തോ ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര മടിച്ചത്. പഴയ വീട്ടിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 5 മണിയാകുമ്പോൾ നടക്കാൻ പോക്കും അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ ഒന്നിനും നടക്കണില്ല എന്നുള്ളതാണ്.
ഇവിടെ വന്നാൽ പിന്നെ ഫുഡ് വയ്ക്കുക, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ കടയിൽ പോയി മേടിക്കുക, തിന്നുക. അതിൻ്റെ പിന്നെ കാണാനുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ പിന്നെയാണ് എന്താ പറയുക, നമ്മുടെ കുടുംബഭാരങ്ങളൊക്കെ തലയിലേറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊന്ന് ക്ഷീണിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ പിന്നെ ഞാൻ സെപ്പറേറ്റ്, ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയല്ലോ, നമുക്ക് വേറെ ആരുടെ ഇഷ്ടം നോക്കണം, നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യമുള്ളതൊക്കെ വെച്ചുണ്ടാക്കാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ വണ്ണം വയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇതിപ്പോൾ ഞാൻ അടുക്കളയിലെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തേക്ക് വെക്കണം കേട്ടോ. എൻ്റെ അടുക്കള ഏകദേശം ഒരു എൽ ഷേപ്പാട്ടോ, നല്ല വലിയ അടുക്കളയാണ് കേട്ടോ. എനിക്ക് എൻ്റെ അടുക്കള ഇഷ്ടവുമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൂർ ചെയ്യുന്നു. ഇവിടെ കിച്ചണിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ കിച്ചണിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ വളരെ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഈ 3 ടിന്നിലായിട്ടിരിക്കുന്നത്, ഒരെണ്ണത്തിൽ പച്ചരി, ഒരെണ്ണത്തിൽ റേഷനരി, ഒരെണ്ണത്തിൽ മട്ടരി, അങ്ങനെ 3 അരികളാണ്. പിന്നെ വളരെ കുറച്ച് പാത്രങ്ങളാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ്. പിന്നെ മിക്സിയുടെ ജാറ്, പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ ചോപ്പർ, അങ്ങനെ വളരെ കുറച്ച് ഐറ്റംസ് ആട്ടോ. പിന്നെ മുകളിലാണെങ്കിലും ഞാൻ വച്ചേക്കുന്നത്, ഞങ്ങൾ 3 പേരവിടെ ഉള്ളൂ, അപ്പോൾ 4 പ്ലേറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. കൂടുതൽ പ്ലേറ്റുകളൊന്നും ഉണ്ടാവില്ല. ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ്. ഇത് പിന്നെ എൻ്റെ ചെടി 2 മണി പ്ലാന്റ് ഉണ്ടോ അത് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ പിന്നെ അവിടെ വെച്ചേക്കുന്നത് ഒരു വേസ്റ്റ് ബിൻ അവിടെ വെച്ചിട്ടുണ്ട്, ചെറിയൊരു വേസ്റ്റ് ബിൻ, നമ്മൾ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഇടാനുള്ളതുണ്ടല്ലോ, അതാണ് അവിടെ സൈഡിലിരുന്നത്. പിന്നെ ഇതൊരു ദോശക്കല്ല്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മിക്കവർക്കും അറിയാം, ഇവിടെ മിക്കവാറും രാവിലെ ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ഇവിടെ മുകളിൽ നമ്മളൊരു ഫിഷ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്റർ ഫിഷ്. അത് കഴിഞ്ഞ ദിവസം ചത്തിരിക്കണമെന്നാട്ടോ ഞാൻ കാണുന്നത്. ഇവിടെ മുകളിലെ ബർത്ത്ഡേക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞാനാണെങ്കിൽ വേറെ ആരെങ്കിലും ആണോന്ന് അറിയാൻ പാടില്ല, പാത്രം വെച്ച് അതിൻ്റെ മുകൾ ഭാഗം അടുത്ത് വെച്ചേക്കായിരുന്നു. അങ്ങനെ അത് ശ്വാസം മുട്ടി ചത്തു പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ട്രെയിലാണ് നമ്മുടെ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനത്തെ ചായപ്പൊടി, അങ്ങനത്തെ ഒരുവിധം ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു ട്രെയിൽ തന്നെയാണ് അവിടെ കൊള്ളിച്ച് വെച്ചേക്കണത്. അപ്പോൾ ഇതിനകത്ത് ജീരകം, കടുക്, ഉലുവ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അതിനകത്ത് ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിലിരിക്കുന്നത് വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുണ്ടല്ലോ അത്. പിന്നെ ഇപ്പോൾ ഈ അടുക്കളയുടെ സൈഡിലിരിക്കുന്നത് ചൊറുക്കയും ഒരു കത്രികയും കേട്ടോ. കത്രിക എപ്പോഴും നമ്മളൊരു അടുക്കളയിൽ വേണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചെടിയും, ഇത്രയൊക്കെ തന്നെ എൻ്റെ അടുക്കളയിലുള്ളൂ കേട്ടോ. വേറെ വലിയ കാര്യമായിട്ടൊന്നും അടുക്കളയിലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുക്കള ഒരു എൽ ഷേപ്പാണ്. പിന്നെ ഒരു കസേര അവിടെ ഇട്ടുണ്ട്, അത് നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചമ്മയൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു കസേര, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.